കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു ലീഡ് ആക്ടർ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് റിലീസിന് ഇങ്ങനെ ഒരു തടസ്സം ഉണ്ടാകുന്നു. അതും സെൻസർ ബോർഡിൻ്റെ ഭാഗം അദ്ദേഹത്തിന് ഇടപെട്ടിട്ട് പരിഹരിച്ചു. കാരണം സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഇതേ സംഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. 10 സിനിമയുടെ റിലീസിനായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്ന് റിലീസിന് പ്രശ്നം ഉണ്ടായ സമയത്ത് അന്ന് വാർത്താവിനിമയ മന്ത്രിയായിരുന്ന പ്രമോദ് മഹാജനുമായിട്ട് സുരേഷ് ഗോപി ഉൾപ്പെടെ സംസാരിക്കാൻ അന്ന് റിലീസ് ചെയ്യാൻ സമയത്ത്. അപ്പോൾ സമാനമായിട്ടൊരു സാഹചര്യം സുരേഷ് ഗോപി എന്തുകൊണ്ട് ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്ന്, അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് അധികം എടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതല്ലേ? അല്ല, ഇത് താങ്കൾ ചോദിച്ച കറക്റ്റ് ചോദ്യമാണ്. നമ്മൾ പുറമേ നിന്ന് നോക്കുന്ന ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഇതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാരുണ്ട്. ഇത് ഒരു കേന്ദ്രമന്ത്രിയല്ലേ ഇതാ വിളിച്ചു പറഞ്ഞാൽ പോലെ ഇതൊരു പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ്. ഇതൊരു രാജ്യമാണെന്നും നമ്മൾ ജീവിക്കുന്ന ഒരു എന്താ പറയുക കുറേ സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ അല്ലെങ്കിൽ ആർട്ടിക്കിളുള്ള കുറേ കാര്യങ്ങളുടെ അണ്ടറിലാണെന്നും സെൻസർ ബോർഡ് എന്ന് പറഞ്ഞൊരു ഓട്ടോണമസ് ബോഡിയാണെന്നും അതിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് കോടതിയിൽ മാത്രമേ ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ നിയമവശം. അല്ലാണ്ട് ഇന്ന് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് നേരെ വിളിച്ച് സെൻസർ ബോർഡ് വിളിച്ച് പറഞ്ഞിട്ട് പടം വരുന്നുണ്ട്. അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു ഈ ഒരു വിഷയം. അദ്ദേഹം അഭിനയിച്ച സിനിമയാണ്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ സ്വാഭാവികമായിട്ട് സംസാരിക്കണമല്ലോ. അദ്ദേഹത്തോട് സംസാരിച്ച ശേഷം അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞിരുന്നത് നിങ്ങൾ വഴിക്ക് പോയിക്കോളൂ, നിങ്ങൾക്ക് കോടതികളുണ്ട് മുമ്പിൽ, നിങ്ങൾ റിവ്യൂ കമ്മിറ്റിയുടെ മുന്നിൽ പോളൂ, അതിൽ ട്രൈബ്യൂണൽ ഉണ്ട്, ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഈ പറയുന്ന സെൻസർ ബോർഡ് ടീമുകൾക്കും അറിയാം ഇത് കേന്ദ്രമന്ത്രിയാണെന്നുള്ളത്. അപ്പൊ അതിനൊക്കെ അങ്ങനത്തെ യാതൊരു ഫേവറിസം ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. കാരണം അങ്ങനെയാണെങ്കിൽ ചർച്ചയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കേന്ദ്രത്തിന്റെ കീഴിലുള്ള ഒരു സംവിധാനമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ റെക്കമെൻഡ് ചെയ്യുന്നുള്ളത് അദ്ദേഹത്തിന് ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ ഇതുപോലെ സമാനമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്, ചെയ്യാനുള്ള പ്രശ്നങ്ങൾ ഉള്ളായിരിക്കാം. അതിനാദ്യം നമ്മൾ പ്രശ്നം എന്താണെന്ന് അറിയണം. പ്രശ്നം എന്താണെന്ന് അറിയാത്തടത്തോളം നമ്മൾ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുക? അന്വേഷണം സംസാരിച്ചാൽ മാത്രം തീരുന്ന പ്രശ്നമാണ്. നമുക്ക് അറിഞ്ഞുകൂടും, നമുക്കറിയാമല്ല പ്രശ്നം എന്താണെന്ന് ഒന്ന്. രണ്ട്, നമുക്ക് അറിയില്ല അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടോ ഇല്ലയോ. അദ്ദേഹത്തിന്റെ വഴിക്ക് ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അല്ല, ഇതിന്റെ വേറെ തീർച്ചയായിട്ടും സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വഴിക്കുള്ള കാര്യങ്ങൾ നീക്കുന്നുണ്ട്, പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു സിനിമയാണ്. ഒരുപാട് പേരുടെ എന്താ പറയുക സ്വപ്നവും വിയർപ്പും നീരും എല്ലാം ചെലവാക്കിയ ഒരു സിനിമയാണ്. ഇത് ഇറങ്ങുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള ഒരു ആവശ്യം. ഇതൊരു നമ്മൾ ജീവിക്കുന്ന ഇന്നും നമ്മൾ ഈ സമൂഹത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്താണ് ജീവിക്കുന്നതെന്നും ഇവിടുത്തെ നിയമവശങ്ങളെക്കുറിച്ച് എന്നേക്കാൾ ബോധവാന്മാരാണ് നിങ്ങളെല്ലാവരും എന്നേക്കാൾ നല്ലപോലെ ബോധവാന്മാരാണ്. നാളെ വന്നൊരു കോടതി വ്യവഹാരമായിട്ട് നീങ്ങിയാൽ ഏതെല്ലാം വഴിക്ക് ഇത് എഫക്ട് ചെയ്യപ്പെടും, എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ശ്രമിക്കുന്നത് നമ്മളൊരു സിനിമയാണ്, അത് എങ്ങനെയും ഇറക്കണം. അത് അതിൻ്റെ സോളുണ്ട്. അതിനൊരു ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് ആ സിനിമയ്ക്ക്. 2022 ഷൂട്ട് തുടങ്ങിയ പല സന്ദർഭങ്ങളും നിന്നുപോയൊരു സിനിമ കോ പ്രൊഡ്യൂസറായിട്ട് ഇദ്ദേഹം വന്നതിന് ശേഷമാണ് ഒന്ന് അതിൻ്റെ എല്ലാ പിക്കിലും എത്തിയത്. ഫരീന്ദ്രകുമാർ ഒരു സൈഡിൽ അദ്ദേഹത്തിനോട് പറ്റുന്ന രീതിയിൽ എല്ലാ രീതിയിലും, കാരണം സിനിമയാണ്, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. കാരണം നമ്മൾ ഒരുപാട് പേരെ കോർഡിനേറ്റ് ചെയ്ത് ഒരുപാട് വലിയൊരു കാര്യമാണ്. നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോഴേ അതിൻ്റെ സ്കെയില് മനസ്സിലാവും. അപ്പം സുരേഷ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ചേട്ടനായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ഒരു മന്ത്രിയായിട്ടും അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറായിട്ടും ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് പറയുകയാണെങ്കിൽ ഈ നിമിഷം വരെ നീതിയോടുകൂടി തന്നെ പെരുമാറിയിട്ടുള്ളൂ, ഈ സിനിമയോട് പെരുമാറിയിട്ടുള്ളൂ. അതിനകത്തൊന്നും യാതൊരു തർക്കവും ഇല്ലാത്ത വിഷയമാണ്. അപ്പം ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് അത് വലിച്ചിടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ ചർച്ചയേക്കാൾ സുരേഷ് ഗോപി ജാനകി സിനിമയിൽ എന്ത് ചെയ്തു എന്നതിനേക്കാൾ ജാനകി സിനിമ എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല എന്ന് ചർച്ച ചെയ്യപ്പെടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.